നിങ്ങൾ ദിവസവും എത്ര തവണ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കാറുണ്ട്? എത്ര തവണ ഉറക്കെ അഫർമേഷനുകൾ പറയാറുണ്ട്? എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമോ അല്ലെങ്കിൽ സ്നേഹമോ വിജയമോ ഒക്കെ നിങ്ങളിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വലിയ ഒരു രഹസ്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ മണിക്കൂറുകളോളം ധ്യാനിക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരു ഡയറിയിൽ 100 തവണ എഴുതേണ്ട ഒരു കാര്യവുമില്ല. അതിന് മാസങ്ങളോ വർഷങ്ങളോ ഒന്നും കാത്തിരിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് വെറും 11 സെക്കൻഡ് മാത്രമാണ്. അതെ, കേവലം 11 സെക്കൻഡ് സമയത്തെ കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊണ്ട്, ഏകാഗ്രത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായ വിധത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കും. ഇത് ഒരു മോട്ടിവേഷനോ തള്ളലോ ഒന്നുമല്ല. മനുഷ്യൻ്റെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു സയൻസാണിത്. എങ്ങനെയാണ് ഈ 11 സെക്കൻഡുള്ള ഈ ടെക്നിക്ക് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനും കാണണം. അല്പം പോലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വരില്ല. നെവിൽ ഗൊർദാദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ചിന്തകൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക, നിങ്ങൾ ജീവിക്കുന്ന ലോകം തനിയെ മാറിക്കോളും എന്ന്. ഭൂരിഭാഗം ആളുകളും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താണ്? അവരെപ്പോഴും എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? നിങ്ങളൊരു കാര്യം വേണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കിട്ടുന്ന ശരിക്കുമുള്ള മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ അതില്ല എന്നല്ലേ? ഈ ഇല്ലായ്മയുടെ എനർജിയിൽ നിന്നിട്ട് നിങ്ങൾ 1000 തവണ അഫർമേഷൻ പറഞ്ഞാലും കാര്യമായിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. കാരണം പ്രപഞ്ചം വാക്കുകൾക്കല്ല, നിങ്ങളുടെ എനർജിക്കാണ് മറുപടി തരുന്നത്. ഇവിടെയാണ് ലോ ഓഫ് അസംഷൻ എന്നുള്ള ആ നിയമം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. ശക്തമായിട്ട് വിശ്വസിക്കണം. ആ ഒരു ചിന്തയിൽ കൃത്യമായിട്ടുള്ള വൈകാരിക ഭാവം കൂടി കൂടിച്ചേരുമ്പോഴാണ് അവിടെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ വികാരം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാൻ വെറും 11 സെക്കൻഡുകളിലെ ആഴത്തിലുള്ള ഫോക്കസ് മാത്രം മതിയാകും. ഈ ടെക്നിക്ക് എത്രമാത്രം പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു അനുഭവം പറയാം. എൻ്റെ അടുത്ത് വന്ന മൈക്കിൾ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. മൈക്കിൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. അയാൾക്കൊരു പ്രൊമോഷനും ശമ്പള വർധനവും ഒക്കെ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ 1 വർഷമായിട്ട് മൈക്കിൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഡയറിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് 100 തവണ വെച്ചിട്ട് എഴുതുന്നുണ്ടായിരുന്നു, ഏതോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അവന് പ്രൊമോഷൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ ജൂനിയറായിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് ആ പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. അവൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടാണ് എന്നെ കാണാൻ വന്നത്. ഞാൻ മൈക്കിളിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്: മൈക്കിൾ, നീ ഡയറിയിൽ 100 തവണ എഴുതുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന യഥാർത്ഥ വികാരം എന്തായിരുന്നു? അവൻ പറഞ്ഞത്, സാറേ, എനിക്കത് വേണം, അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ലോൺ മുടങ്ങും, എൻ്റെ ലൈഫ് തകരും എന്നുള്ള പേടിയായിരുന്നു മനസ്സ് മുഴുവൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലേ? അതാണ്, അവനവിടെ പുറമേ പോസിറ്റീവായിട്ട് എഴുതുന്നുണ്ട്, പക്ഷേ ഉള്ളിലെ വികാരം എന്താ? അത് ഭയമാണ്. അവൻ ഫോക്കസ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഇല്ലായ്മയിലായിരുന്നു. ഞാൻ മൈക്കിളിനോട് ആദ്യം പറഞ്ഞത്, നീ ഈ ഡയറി എഴുതുന്നത് ഒന്ന് നിർത്ത്, പകരം
ഈ പറയാൻ പോകുന്ന ഈ 11 സെക്കൻഡ് ടെക്നിക്ക് ഞാൻ അവനെ പഠിപ്പിച്ചു. അവനോട് ആ പ്രമോഷൻ കിട്ടിയാലുണ്ടാകുന്ന ആ സമാധാനമുണ്ടല്ലോ, ആ സംതൃപ്തി ഉണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, അത് ആ 11 സെക്കൻഡിൽ ഫീൽ ചെയ്യാൻ ഞാൻ അയാളോട് പറഞ്ഞു. അതിൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ കമ്പനിയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാനേജറായിട്ട് തന്നെ മൈക്കിളിന് പ്രൊമോഷൻ കിട്ടി. അതായത് നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ടെക്നിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രാക്ടീസിലേക്ക് കിടക്കാം. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വരൂ. ഇനി സാവധാനം നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടയ്ക്കൂ. മൂക്കിലൂടെ ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്ക്. വായയിലൂടെ സാവധാനം പുറത്തേക്ക് വിടൂ. ഒരു പ്രാവശ്യം കൂടി ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടൂ. ഒരു പ്രാവശ്യം കൂടി ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. പുറത്തേക്ക് വിടൂ. ഇനി ശ്വാസം സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരൂ. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരൂ. അത് പണമായിക്കോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ മെസ്സേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയോ വീടോ വാഹനമോ, അങ്ങനെ എന്തുമായിക്കോട്ടെ. അത് നിങ്ങളിലേക്ക് വരുന്ന ആ വഴിയെക്കുറിച്ചോ അതിൻ്റെ മറ്റ് ഫോർമാലിറ്റികളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കുക. പകരം ആ കാര്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിൽ ഒന്ന് സങ്കല്പിക്കൂ. നിങ്ങൾക്ക് ആ വീട് കിട്ടിക്കഴിഞ്ഞു, ആ വാഹനം ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ സമാധാനം, ആ സന്തോഷം, അത് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യൂ. നന്നായിട്ട് ഫീൽ ചെയ്യൂ. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ, വൈകാരിക ഭാവം, അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് നിറയുന്നത്. അതുപോലെ ആ ഒരു സന്തോഷവും സമാധാനവും ആ വൈകാരിക ഭാവം അങ്ങനെ തന്നെ നിങ്ങളുടെ അടിവയറിലേക്ക് ഒഴുകുന്നത്, അവിടെ ആകെ വ്യാപിക്കുന്നത് ഒന്ന് ഫീൽ ചെയ്യൂ. ഇനി ഞാൻ 11 മുതൽ 1 വരെ എണ്ണാൻ പോവുകയാണ്. എണ്ണിക്കഴിയുന്നത് വരെ ആ സമാധാനം, ആ സന്തോഷം പൂർണ്ണമായിട്ടും അവിടെ ആകെ വ്യാപിക്കട്ടെ. 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അതെ, അത് നിങ്ങളുടേതാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി, അഭിമാനത്തോടുകൂടി സുഖകരമായി
കണ്ണുകൾ തുറക്കുക. ഈ കഴിഞ്ഞ 11 സെക്കൻഡുകളിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? പൂർണ്ണമായിട്ടും ലക്ഷ്യം നേടിക്കഴിഞ്ഞ ഒരാളായിട്ട് നിങ്ങൾ മാറി. നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. നിങ്ങൾ വെറുതെ വായിക്കുന്ന അഫർമേഷനുകളെക്കാളൊക്കെ 100 മടങ്ങ് ശക്തിയുണ്ട് വികാരങ്ങളോടുകൂടി, അതായത് ഇമോഷൻസോടുകൂടി നിങ്ങൾ മനസ്സിൽ കാണുന്ന ഈ വിധത്തിലുള്ള 11 സെക്കൻഡുകൾക്ക്. ഈ ഒരു പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ വലിയൊരു സമാധാനം അല്ലെങ്കിൽ ഒരു റിലീഫ് തോന്നിയില്ലേ? അത് വെറുമൊരു തോന്നലല്ല, നിങ്ങളിൽ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത്. പ്രൂഫ് ഓഫ് ദ സ്റ്റേറ്റ് ചേഞ്ച്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് എപ്പോൾ വരും, എങ്ങനെ വരുമെന്നൊക്കെയുള്ള ആ ചിന്തകൾ, ആ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചേക്കുക എന്നുള്ളതാണ്. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ചു. ഇപ്പോൾ അതനുഭവിച്ചു കഴിഞ്ഞു. ഇനി പ്രപഞ്ചം അതിൻ്റെ ജോലി ചെയ്തോളാം. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികളോ അവസരങ്ങളോ ഒക്കെ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എല്ലാ സംശയങ്ങളെയും മാറ്റിവെച്ച് ദിവസം 1-2 തവണ മാത്രം ഈ 11 സെക്കൻഡ് ടെക്നിക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഈ ലോകം നിങ്ങൾക്ക് മുന്നിൽ മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം അല്ലെങ്കിൽ 90 ദിവസം അത് തുടരണം. അത് വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും മാനസികാവസ്ഥകൾക്കുമൊക്കെ അനുസരിച്ചാണ് ഈ ദിവസങ്ങളെ പറയുന്നത് കേട്ടോ. ഈ ഒരു 11 സെക്കൻഡ് ടെക്നിക്ക് വളരെ വളരെ പവർഫുള്ളാണ്. പക്ഷേ ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ണടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സന്തോഷമോ ഒരു റിലീഫോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ പകരം ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളോ ഭയമോ ഒക്കെയാണ് മനസ്സിലേക്ക് ആ സമയത്ത് വന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വളരെ ആഴത്തിലുള്ള സങ്കടങ്ങളോ അല്ലെങ്കിൽ ട്രോമകളോ ഒക്കെ ഉറഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാറാതെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഫീൽ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഈ വിധത്തിൽ സ്വന്തം മനസ്സിൻ്റെ ബ്ലോക്കുകളിലൊക്കെ പെട്ട് ജീവിതത്തിൽ എങ്ങും എത്താതെ നിൽക്കുന്നവരെ അതിൽ നിന്നും പൂർണ്ണമായിട്ടും മോചിപ്പിച്ച് അത്ഭുതകരമായ വിജയങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി ഞാൻ ആൽക്കമി 2.0 എന്നുള്ള എക്സ്ക്ലൂസീവ് മെൻറ്ററിങ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ആ ഒരു വിദ്യയാണ് ആൽക്കമി എന്ന്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആ ഭയത്തെയും പരാജയബോധത്തെയും ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റി അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെയും ഡീപ്പ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയും ഒക്കെ നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അനായാസം എത്തിക്കുന്ന അതിശയകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ആൽക്കമി 2.0 എന്നുള്ള ഈ ഓൺലൈൻ ട്രെയിനിങ്. നിങ്ങളുടെ പഴയ കാലത്തേക്ക് പൂർണ്ണമായിട്ടും തിരുത്തി എഴുതിക്കൊണ്ട് ജീവിതത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ജീവിതം മാറാൻ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെറും 11 സെക്കൻഡുകൾ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്നും വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വിധത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.
ഈ വിധത്തിലുള്ള ഉപകാരപ്രദങ്ങളായിട്ടുള്ള നിരവധി വീഡിയോകൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.